ഹായ് ഹലോ മാത്രം സ്കൂളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കൊച്ചു കൂട്ടുകാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ഗെയിമാണ് ഇന്ന് മാത്തമാറ്റിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം പ്രത്യേകിച്ച് SSLC കുട്ടികൾക്ക് 10ാം ക്ലാസ്സിലൊക്കെയുള്ള കുട്ടികൾക്ക് വേണ്ടി അവരുടെ പാഠഭാഗത്തുള്ള ഒരു ഭാഗം കൂടാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം എൻ്റെ ഗെയിം ഇതാണ്, വാട്ട് നെക്സ്റ്റ്, അടുത്തത് ഏത്, അതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കുറേ സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഇത് പ്രത്യേകിച്ച് PSC പരീക്ഷയൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടാണ്. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എൻ്റെ 2, 4, 6, 8 അടുത്ത രണ്ടെണ്ണം ഏത്. അതുപോലെ 2, 3, 5, 8 അടുത്ത രണ്ടെണ്ണം ഏത്. 2, 3, 5, 7, 11, 13 അടുത്ത രണ്ടെണ്ണം ഏത്. 5, 8, 11, 14 അടുത്ത രണ്ടെണ്ണം ഏത്. 6, 10, 14, 18 അടുത്ത രണ്ടെണ്ണം ഏത്. ഇപ്പൊ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാര് ഇവിടെ ഒന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ട് ഇത് തന്നെ അടുത്ത നമ്പറുകൾ ഏതാണെന്ന് കണ്ടുപിടിക്കാണ്ട് നോക്കാം. അപ്പൊ ഞാൻ ഇതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവാണ്. അപ്പൊ ഒന്നാമത്തെ നമ്മൾ നോക്കിയത് 2, 4, 6, 8 ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകളാണല്ലോ. അപ്പോൾ അടുത്ത ഏതൊക്കെ ആയിരിക്കും നമുക്കറിയാം. അടുത്തത് വരും 10, അടുത്തത് വരും 12 വരും. അത് കിട്ടി. അടുത്ത നോക്കി 2, 3, 5, 8. അപ്പൊ അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ 2ഉം 1ഉമാണ് 3, 3ഉം 2ഉമാണ് 5, 5ഉം 3ഉമാണ് 8. അപ്പൊ 1, 2, 3 കൂട്ടിക്കൂട്ടിയല്ലേ വരുന്നത്. അപ്പൊ അടുത്ത എത്ര വരും? 8ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ 12. അടുത്തത് 12ന്റെ കൂടെ 5 കൂടെ കൂട്ടുമ്പോൾ 17. അത് നമുക്ക് കിട്ടി. അടുത്ത നോക്കി 2, 3, 5, 7, 11, 13 കുറച്ച് കൂടുതൽ സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ നമ്മൾ വ്യത്യാസം നോക്കി, തമ്മിൽ ഒന്നാണ് വ്യത്യാസം. അടുത്ത് വന്നപ്പോഴത്തെ നോക്കി 3ഉം 2ഉമാണ് 5. അടുത്ത് വന്നപ്പം 5ഉം 2ഉം 7. അടുത്ത് വന്നപ്പം 7ഉം 4ഉം 11. അടുത്ത് വന്നപ്പം വീണ്ടും 2. അപ്പൊ നമുക്കൊരു കൃത്യമായിട്ട് കൂടിയ കാര്യം മനസ്സിലായില്ല. അപ്പൊ ഇത് ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കി, സാധനം ഏതാ? 2 അഭാജ്യ സംഖ്യയാണ്. അത് കഴിഞ്ഞുള്ള അടുത്ത അഭാജ്യ സംഖ്യയാണ് 3, പ്രൈം നമ്പേഴ്സ് നമ്മൾ പറയും 3. അടുത്ത അഭാജ്യ സംഖ്യ 5, അതിന്റെ അടുത്ത പ്രൈം നമ്പർ ആണ് 7, അതിന്റെ അടുത്ത പ്രൈം നമ്പർ 11, 13. അപ്പൊ അടുത്ത പ്രൈം നമ്പർ ഏതാ? 17. അത് കഴിഞ്ഞുള്ള പ്രൈം നമ്പർ ഏതാ? 19. ഇങ്ങനെ പോകും. ഈ പ്രൈം നമ്പർ കണ്ടുപിടിക്കാനുള്ള എളുപ്പമുണ്ട് കേട്ടോ. അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്, അത് കണ്ടു നോക്കണം. അപ്പം ഇത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഇവിടെ വന്നത് കൂട്ടി പോയതല്ല, പ്രൈം നമ്പേഴ്സ് അഭാജ്യ സംഖ്യകളായിരുന്നു വന്നത്. അടുത്ത നോക്കി, അടുത്ത വരുമ്പോ 5ഉം 3ഉം 8, 8ഉം 3ഉം 11, 11ഉം 3ഉം 14. അപ്പൊ 3 വെച്ചാണ് കൂടി വരുന്നത്. അപ്പൊ അടുത്തത് 14, 3ഉം 17. അടുത്തത് വരും 17, 3ഉം 20. ഇനി അതിന്റെ അടുത്ത് നോക്കി, അടുത്ത് വരുന്നത് 6ഉം 4ഉം 10. ഇനി 10ഉം 4ഉം 14, 14ഉം 4ഉം 18. അപ്പൊ അടുത്ത എത്ര വരും? 22. അതിന്റെ അടുത്ത് എത്ര വരും? 26. ഇങ്ങനെ പോകും. അപ്പം ഈ പറയപ്പെടുന്ന ക്വസ്റ്റ്യനും ഈ പറയുന്ന ക്വസ്റ്റ്യനും ഇതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇവിടെ 2 വെച്ചിട്ട് കൂടിക്കൂടി വന്നത്, ഇരട്ട സംഖ്യ 2 വെച്ചാണ് കൂടിക്കൂടി വരുന്നത്. അതായത് ഒരേ സംഖ്യകളാണ് കൂടിക്കൂടി വരുന്നത്. ഇവിടെ നമ്മൾ ചെയ്താൽ നോക്കി, ഓരോ സംഖ്യ, ഇതിന് നമുക്ക് സംഖ്യാ ശ്രേണികൾ, സീക്വൻസ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരെണ്ണം കഴിഞ്ഞ് അടുത്ത സംഖ്യ എഴുതി ഇങ്ങനെ പോവാം. അപ്പൊ ഇതിനകത്തൊക്കെ ഏതോ ഒരു നിയമമുണ്ട്. ഇവിടെ നമ്മൾ 2 വെച്ച് കൂടി പോകാന്നായിരുന്നു നമ്മുടെ നിയമം. അപ്പൊ ആ നിയമം വെച്ച് കഴിഞ്ഞാൽ സംഖ്യാശ്രേണിയാണ് ഇത്. അപ്പൊ അടുത്ത വെച്ച് നോക്കി, ഇവിടെ 1, 2, 3, 4. അപ്പൊ അടുത്ത നിയമം എന്തായിരുന്നു? 1, 2, 3, 4 എണ്ണൽ സംഖ്യകൾ കൂട്ടി കൊണ്ടുവരുമായിരുന്നു. അടുത്ത വന്നപ്പോ ആരെന്ന് വന്നു? അഭാജ്യ സംഖ്യകളായിട്ട് വന്നു. അടുത്ത വന്നപ്പോ 3 വീതം കൂട്ടി വന്നു. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ നിയമം ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ പറ്റുന്ന സംഖ്യകളുടെ കൂട്ടങ്ങളാണ് ഇവ. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് സംഖ്യാശ്രേണികൾ എന്ന് വിളിക്കും. അപ്പൊ ആ സംഖ്യാശ്രേണി സീക്വൻസ് എന്ന് വിളിക്കും. ആ സംഖ്യാശ്രേണിക്കകത്ത് പ്രത്യേകമായിട്ട് ഞാൻ ഒരു പാറ്റേൺ എടുക്കുകയാണ്. ഇവിടെ കണ്ടോ ഈ ക്വസ്റ്റ്യൻ, ഇതിനകത്ത് എത്ര വെച്ചാൽ കൂടിക്കൂടി വന്നേ? 4 വെച്ച് കൂടിക്കൂടി വെച്ചാൽ ഒരേ സംഖ്യയാണ് ഇവിടെ കൂടിക്കൂടി വന്നത്. ഇവിടെ നോക്കി ഒരേ സംഖ്യയിലെ കൂടിക്കൂടി വന്നത്. അങ്ങനെ ഒരേ സംഖ്യകൾ കൂടിക്കൂടി വരുന്ന ശ്രേണികളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത്രയും ശ്രേണികൾക്കകത്ത് ഞാൻ ഈ ഒരേ സംഖ്യകൾ കൂടിക്കൂടി വരുന്ന ഈ ശ്രേണി മാത്രം നമ്മൾ ഇന്ന് പരിചയപ്പെടാണ്ട് പോവാം. അപ്പം ബാക്കിയെല്ലാം ഞാൻ വായിച്ചു. എന്റെ കയ്യിൽ ഇതുപോലുള്ള ശ്രേണിയേ ഉള്ളൂ. കണ്ടോ, ഇത് ഇവിടെ 2 കൂടി വരുന്നത്, ഇവിടെ 3 വെച്ച് കൂടി വരുന്നത്, ഇവിടെ 4 വെച്ച് കൂടി വരുന്നത്. അതിനകത്ത് ഈ 3 കൂടി വരുന്നത് മാത്രം എടുത്ത് നമുക്കൊന്ന് നോക്കാം. ഇത് മാത്രം ഞാൻ എടുക്കാം. ഞാൻ ഇവിടെ നിന്ന് മാറ്റി എഴുതുവാതെ. അപ്പൊ ഏതൊക്കെയാണ് നോക്കി, 5,
അടുത്തത് 8, 11, 14 ഇങ്ങനെ പോകുന്ന ശ്രേണിയായിരുന്നു നമ്മുടേത്. അപ്പം ഈ ശ്രേണി ഞാൻ നോക്കിയപ്പം ആദ്യത്തെ സംഖ്യ ഇതിനകത്ത് കോമ ആയിട്ട് ഓരോ സംഖ്യകൾ വേർതിരിച്ച് എഴുതിയിട്ടുണ്ടല്ലോ. ആ വേർതിരിച്ച് എഴുതിയിട്ടുള്ളത് കൊണ്ട് ഓരോന്നിനെയും ഞാൻ ഈ ശ്രേണിയിലെ പദങ്ങൾ എന്ന് വിളിക്കാം. ഇപ്പൊ ശ്രേണി എന്നാ നമ്മൾ പറഞ്ഞു, ശ്രേണി എന്തുവാ? ഏതെങ്കിലും ഒരു നിയമം ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്ന സംഖ്യകളുടെ കൂട്ടമാണ് ശ്രേണി. സീക്വൻസ് നമ്മൾ വിളിച്ചു, സീക്വൻസ് എന്ന് വിളിച്ചു. അപ്പൊ അങ്ങനത്തെ സീക്വൻസിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പറയപ്പെടുന്ന ഒരു സീക്വൻസ് ആണ്. ഇവിടെ നോക്കിയേ, 5 കഴിഞ്ഞ ഒന്നാമത് കിടക്കുന്നത് 5 ആയതുകൊണ്ട് ആദ്യത്തെ പദം ടേം, ഫസ്റ്റ് ടേം ആയിട്ട് ഞാൻ ആരെ എടുത്തു? 5 എടുത്തു. ആദ്യം കിടക്കുന്നതാണല്ലോ, അവിടെ തന്നെ എന്നാ വിളിച്ചു? ഫസ്റ്റ് ടേം എന്ന് വിളിച്ചു. അതിന്റെ കൂടെ ആരെ കൂട്ടി? 5ന്റെ കൂടെ 3 കൂട്ടിയപ്പോഴാണ് നമുക്ക് ആരെ കിട്ടിയത്? 8 കിട്ടിയത്. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ഈ 8ന്റെ കൂടെ 3 കൂട്ടിയപ്പം നമുക്ക് ആരെന്ന് കിട്ടി? 11 കിട്ടി. ഈ 11ന്റെ കൂടെ നമ്മൾ ആരെ കൂട്ടി? 3 കൂട്ടിയപ്പം നമുക്ക് എന്നാന്ന് കിട്ടി? 14 കിട്ടി. ഇങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഓരോ സംഖ്യകളും കഴിഞ്ഞ് തുല്യ അകലത്തിലാണ് അടുത്ത സംഖ്യ കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഒന്നാമത്തെ സംഖ്യ, ആദ്യത്തെ നമ്പർ, ആദ്യത്തെ ടൈം നമ്മുടെ 5 ആയിരുന്നു. ആ 5ന്റെ കൂടെ 3 കൂട്ടിയപ്പം നമുക്ക് 8 കിട്ടി. 8ന്റെ കൂടെ 3 കൂട്ടിയപ്പം 11 കിട്ടി. 11ന്റെ കൂടെ 3 കൂട്ടിയപ്പം 14 കിട്ടി. എന്ന് പറഞ്ഞാല് ഈ സംഖ്യകളെല്ലാം ഒരേ അകലത്തിലാണ്. നമ്മൾ നമ്പർ ലൈൻ നോക്കിയാലേ ഈ സംഖ്യകളെല്ലാം ഒരേ അകലത്തിലാണ്. ഇപ്പൊ 5 ഇവിടെ നിൽക്കുന്നു, 5 കഴിഞ്ഞ് 1, അടുത്ത 4 വരും, ഇവിടെ വരുമ്പോ 6, 7, 8, 9, 10, 11 ഇങ്ങനെ പോവാണല്ലോ. ഈ 5 കഴിഞ്ഞ് 1, 2, 3 ആരാ കിടക്കുന്നേ? 8. 8 കഴിഞ്ഞ് 1, 2, 3 ആരാ കിടക്കുന്നേ? 11. അപ്പൊ ഇത് തമ്മിലുള്ള അകലം നോക്കി 3, ഇത് തമ്മിലുള്ള അകലം നോക്കി 3. അപ്പൊ അടുത്ത് വരുമ്പോഴും ഇങ്ങനെ എന്തൊരു അകലങ്ങൾ തുല്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ അകലങ്ങൾ തുല്യമായിട്ട് വരുന്നതിനെ പറ്റി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. അകലങ്ങൾ തുല്യമായിട്ട് വരുന്നത് എൻ്റെ ഒരു രേഖയുണ്ട്, ഇതെന്റെ ഒരു ലൈനാണ്, ഒരു വര, വേറൊരു വരയാണ് ഇത്. 2 വരകൾ എൻ്റെ ഉണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്റെ ഒന്നാമത്തെ ലൈനും, ഇത് നമ്മുടെ ഒന്നാമത്തെ ലൈൻ, ഇത് നമ്മുടെ രണ്ടാമത്തെ ലൈൻ. ഇവിടുത്തെ അകലം, ഇവിടെ ഞാൻ അകലം നോക്കിയപ്പം എനിക്ക് എത്ര പേര് അകലം കിട്ടി? ആ അകലം തന്നെയാണ് ഇപ്പറയുമെങ്കിൽ അകലങ്ങൾ തുല്യമാണല്ലോ. അങ്ങനെ തുല്യ അകലത്തിൽ പോകുന്ന നമ്മുടെ റെയിൽ പാളം പോലെ, നമ്മുടെ ട്രെയിൻ പോകുന്ന ട്രെയിനിന്റെ പാളം ഉണ്ടല്ലോ, ആ റെയിൽ പാളം പോലെ തുല്യ അകലത്തിൽ പോകുന്ന വരകളെ നമ്മളൊരു പേര് വിളിക്കുമായിരുന്നു സമാന്തര വരകൾ അല്ലെങ്കിൽ സമാന്തര രേഖകൾ, പാരലൽ ലൈൻസ് എന്ന് വിളിക്കുമായിരുന്നു, പാരലൽ ലൈൻസ്. അപ്പം അതിന് അകലങ്ങൾ തുല്യമായിട്ട് നമ്മൾ അതിനെ എന്നാന്ന് വിളിച്ചത്? സമാന്തരം എന്ന് വിളിച്ചത്. അപ്പൊ ഇവിടെ അകലങ്ങൾ തുല്യമാണല്ലോ. അപ്പൊ ഈ ശ്രേണിയെ എനിക്ക് എന്നാന്ന് വിളിക്കാം? സമാന്തര ശ്രേണി എന്ന് വിളിക്കാം. അപ്പൊ ഈ പറയപ്പെടുന്ന ശ്രേണിക്ക് നമ്മൾ പേര് കൊടുത്തു, എന്നാന്ന് കൊടുത്തു? സമാന്തര ശ്രേണി എന്ന് പേര് കൊടുത്തു. അപ്പൊ ഇത് നമ്മുടെ സമാന്തര ശ്രേണിയാണ്. ഇംഗ്ലീഷിന് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നും അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാറുണ്ട്. അപ്പൊ അതിന് നമ്മൾ ജനറൽ ആയിട്ട് AP ഞാൻ വിളിച്ചു എന്ന് വിചാരിക്കാം, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. കാരണം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് കൂടുതലിടത്തും ഉപയോഗിക്കപ്പെടുന്ന ഒരു ടൈം, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പൊ അതിനെ പറ്റിയാണ് നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ഒന്നാമത്തെ നമ്മൾ എടുത്തല്ലോ, ഈ ശ്രേണി നമ്മൾ ഇങ്ങനെ പരിചയപ്പെട്ടു. ഇനി നമ്മൾ കുറച്ചുകൂടെ വിശദമായിട്ട് നമ്മൾ ഇതിനെ നോക്കാൻ പോകും. നമ്മൾ നോക്കാൻ പോകും. ആദ്യത്തെ പദമായ 5ന്റെ കൂടെ നമ്മൾ 3 കൂട്ടിയപ്പം ഇത് ഒന്നാമത്തേത്, ഇത് രണ്ടാമത്തേത്, ഇത് മൂന്നാമത്തെ പദം, ഇത് നാലാമത്തെ പദം, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പം ഒന്നാമത്തെ പദത്തിന്റെ കൂടെ 3 കൂട്ടിയപ്പം നമുക്ക് ആരെ കിട്ടി? രണ്ടാമത്തെ പദം കിട്ടി. ഈ കൂട്ടി വെച്ചിരിക്കുന്നതിന്റെ കൂടെ, അപ്പൊ ഇത്ര നമ്മൾ കൂട്ടി വെച്ചിരിക്കുകയാണ്, അതിന്റെ കൂടെ ഒരു പ്രാവശ്യം കൂടെ 3 കൂട്ടിയപ്പം നമുക്ക് ആരെ കിട്ടി? മൂന്നാമത്തെ പദം കിട്ടി. ഇനി ഈ കൂട്ടി വെച്ചിരിക്കുന്നതിന്റെ കൂടെ നമ്മൾ ഇത്രയും ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ നമ്മൾ ആരെ കൂടെ ആഡ് ചെയ്തു? ഒരു പ്രാവശ്യം കൂടെ 3 കൂട്ടി. അപ്പൊ നമുക്ക് ആരെ കിട്ടി? നാലാമത്തെ പദം കിട്ടി. ചുരുക്കി പറഞ്ഞാൽ 5ന്റെ കൂടെ ഒരു പ്രാവശ്യം 3 കൂട്ടിയപ്പം രണ്ടാമത്തെ പദം, ഈ 5ന്റെ കൂടെ 2 പ്രാവശ്യം 3 കൂട്ടിയപ്പം മൂന്നാമത്തെ പദം, 3 പ്രാവശ്യം 3 കൂട്ടിയപ്പം നാലാമത്തെ പദം. അപ്പൊ 5ന്റെ കൂടെ എത്ര? അഞ്ചാമത്തെ ടൈം നമുക്ക് എത്ര ആവും? 5ന്റെ കൂടെ 4 പ്രാവശ്യം 3 കൂട്ടുമ്പോൾ അഞ്ചാമത്തെ പദം. ആറാമത്തെ പദം ആകുമ്പോഴോ 5ന്റെ കൂടെ 5 പ്രാവശ്യം 3 കൂട്ടി കഴിയുമ്പോൾ ആറാമത്തെ പദം. ഏഴാമത്തേതാണെങ്കിലോ 5ന്റെ കൂടെ 6 പ്രാവശ്യം 3 കൂട്ടി കഴിയുമ്പോൾ ഏഴാമത്തെ പദം. ഇങ്ങനെ അങ്ങ് പോകും. അപ്പൊ ഈ കൂട്ടിക്കൂട്ടി പോകുന്നത് ഒരേ സംഖ്യകളാണ്. ഈ ഒരേ സംഖ്യകളായതുകൊണ്ട് ഇതിനെ നമ്മൾ ആദ്യത്തെ പദം, 5നെ നമ്മൾ എന്നാന്ന് വിളിച്ചു? തുടങ്ങിയപ്പോൾ കിട്ടിയതാണ് നമ്മളിതിനെ ആദ്യത്തെ പദം എന്ന് വിളിച്ചു. അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണമെങ്കിൽ ഞാനൊരു A എന്നോ എല്ലാം കൊടുക്കാൻ വിചാരിക്കും. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ആദ്യത്തെ അക്ഷരമാണല്ലോ A, അത് ഞാൻ A എന്നും കൊടുത്തു എന്ന് വിചാരിക്കും.
അപ്പൊ എ ഉണ്ട്. അപ്പൊ ഇതെന്റെ ആരാണ്? ഫസ്റ്റ് ടൈം ആണ്, ആദ്യത്തെ പദമാണ്. ഇനി ഈ കൂട്ടിക്കൂട്ടി വരുന്ന സംഖ്യ ഒരേ സംഖ്യയിലെ കൂട്ടിക്കൂട്ടി വരുന്നത്, ആ കൂട്ടി വരുന്ന സംഖ്യ കണ്ടുപിടിക്കാൻ നമുക്ക് എന്തേ പറ്റുള്ളൂ. നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? 5ന്റെ കൂടെ എത്ര കൂട്ടിയപ്പോഴാണ് 8 കിട്ടിയെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 8-ന് 5 കുറയ്ക്കും. എത്ര കിട്ടി? 3 കിട്ടി. അടുത്ത നമ്മൾ നോക്കി, ഇവിടെ കൂട്ടി എത്ര മനസ്സിലാക്കാൻ എന്ത് ചെയ്യാൻ മതി? 11-ന് 8 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്നാന്ന് കിട്ടും? 3 കിട്ടും. ഇനി ഇവിടെ കൂട്ടി എത്ര മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 14-ന് 11 കുറച്ചപ്പോൾ നമുക്ക് എന്നാന്ന് കിട്ടി? 3 കിട്ടി. അപ്പൊ ഈ കിട്ടുന്ന വ്യത്യാസങ്ങളെല്ലാം തുല്യമല്ലേ? ആ വ്യത്യാസങ്ങളെല്ലാം തുല്യമാകുമ്പോൾ ഈ കിട്ടുന്ന വ്യത്യാസങ്ങളാണ്. അതുകൊണ്ട് വ്യത്യാസങ്ങളെല്ലാം ഒരേ വ്യത്യാസങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പൊതു വ്യത്യാസം എന്ന് വിളിച്ചു വിചാരിക്കാം. അപ്പൊ ഈ കൂട്ടിക്കൂട്ടി വന്ന സംഖ്യ ഞാൻ എന്തെന്നാ വിളിച്ചത്? പൊതു വ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് വിളിച്ചു. ഡിഫറൻസ് എന്ന് പറഞ്ഞ വ്യത്യാസം ആയതുകൊണ്ട് ഞാൻ ആ കൂട്ടി വരുന്ന 3 എന്ന് പറഞ്ഞ നമ്പർ, കൂട്ടിക്കൂട്ടി വരുന്ന സംഖ്യക്ക് ഡിഫറൻസ് എന്നുള്ള ടൈമിൽ ഞാൻ ആരെന്ന് വിളിച്ചു? ഡി എന്ന് വിളിച്ചു. അപ്പൊ ഇവിടെ നോക്കി, ആദ്യത്തെ പദം അതിന്റെ കൂടെ ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയപ്പോൾ രണ്ടാമത്തേത്, ആദ്യത്തെ പദത്തിന്റെ കൂടെ 2 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയപ്പോൾ മൂന്നാമത്തേത്, ആദ്യത്തെ പദത്തിന്റെ കൂടെ 3 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയപ്പോൾ നാലാമത്തെ പദം, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെല്ലാം ജനറൽ ആയിട്ട് നമുക്കൊന്ന് എഴുതണം എന്ന് വിചാരിക്കാം. ജനറൽ ആയിട്ട് എഴുതാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ആദ്യത്തെ പദം എ എന്ന് എഴുതി. എനിക്ക് ഒന്നാമത്തെ ടൈം കിട്ടണം. അപ്പൊ ഞാൻ എന്നാ എഴുതി? ആദ്യത്തെ പദം, ഇവിടെ ഒന്നാമത്തെ ടൈം ആണല്ലോ ഇത്, അതാരാണ്? നമ്മുടെ എ തന്നെയാണ്, ആദ്യ പദം തന്നെയാണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എന്തുവാ? എയുടെ കൂടെ ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടി. ഇനി മൂന്നാമത്തെ കിട്ടാൻ എന്ത് ചെയ്തു? എയുടെ കൂടെ 2 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടി. അതിനെ 2 ഗുണം ഡി എന്ന് എഴുതിയാൽ മതിയല്ലോ. ഇവിടെ 3 2 പ്രാവശ്യം കൂട്ടുന്നതിന് വരെ നമുക്ക് 2 × 3 എഴുതിയാൽ പോരെ. ഇവിടെ 3 പ്രാവശ്യം കൂട്ടുന്നതിന് വരെ നമുക്ക് എന്നെ എഴുതിയാൽ മതി? 3 × 3 എഴുതിയാൽ മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കിട്ടാൻ വേണ്ടി നമ്മൾ എഴുതി a+d എന്ന് എഴുതി. മൂന്നാമത്തേത് എയുടെ കൂടെ 2 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടി. അപ്പം അടുത്ത ടൈം വരുമ്പോൾ എന്ത് ചെയ്യും? എയുടെ കൂടെ 3 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടും. അടുത്ത വരുമ്പോഴത്തേനോ എയുടെ കൂടെ 4 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടും. ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കും. അങ്ങനെയാണ് ഒരാൾ ചോദിക്കുക, 25ാമത്തെ പദം ഏതാ? 25ാം പദം ഏതാ എന്നൊരാൾ ചോദിച്ചു എന്ന് വിചാരിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ രണ്ടാമത്തേതായപ്പം 1 പ്രാവശ്യം പൊതുവ്യത്യാസം, മൂന്നാമത്തേതായപ്പം 2 പ്രാവശ്യം പൊതുവ്യത്യാസം, നാലാമത്തേതായപ്പം 3 പ്രാവശ്യം പൊതുവ്യത്യാസം. അങ്ങനെയാണെങ്കിൽ 25ാമത്തെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ പദം, അതായത് എയുടെ കൂടെ എത്ര പ്രാവശ്യം കൂട്ടിയാൽ മതി? 25ാമത്തെയാ. അപ്പൊ ഒരെണ്ണം കുറഞ്ഞു നിന്നാൽ പോരെ? എത്ര പ്രാവശ്യം കൂട്ടണം? 24 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ ഇത് നമുക്ക് കിട്ടും. അപ്പൊ ജനറൽ ആയിട്ട് ഞാൻ പറയുക, എന്ത് എന്ന് ഞാൻ വിളിച്ചു വിചാരിക്കുക. എന്ത് ടൈം ഞാൻ വിളിച്ചു, എന്നാം പദം ഞാൻ വിളിച്ചു വിചാരിക്കുക. എന്നാം പദം എന്ന് പറഞ്ഞാൽ ഏതു ആകാം? 25 ആകാം, 30 ആകാം, 40 ആകാം, ഏതു ആകാം. എന്നാം പദം എന്ന് ഞാൻ വിളിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ എന്നാം പദം എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എന്നാം പദം ആകുമ്പോൾ ഈ പറയാനാണെങ്കിൽ a+25 ആയപ്പം 1 കുറച്ച് 24. ഇവിടെ രണ്ടാമത്തേതായിരുന്നപ്പം 1 കുറച്ച് 1 പ്രാവശ്യം മതിയായിരുന്നു. മൂന്നാമത്തേതായിരുന്നപ്പം 1 കുറച്ച് 2 പ്രാവശ്യം മതിയായിരുന്നു. നാലാമത്തേതായപ്പം 1 കുറച്ച് 3 പ്രാവശ്യം മതിയായിരുന്നു. ഇങ്ങനെയുള്ള പോയത്. അങ്ങനെയാണെങ്കിൽ എന്നാമത്തേതാകുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? എന്നാമത്തെ പദമാകുമ്പോൾ 7 കൂടെ എത്ര പ്രാവശ്യം കൂട്ടണം? n-1 തവണ, n-1 തവണ ആരെ കൂട്ടണം? പൊതുവ്യത്യാസം കൂട്ടണം. ഇത്രേ ഉള്ള കാര്യം. അപ്പം ഇത് ഇക്വേഷൻ, ഈ പറയപ്പെടുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല, നമ്മുടെ സൂത്രവാക്യം, ഇത് കാണാതെ പഠിക്കുന്നതിലല്ല മാത്തമാറ്റിക്സ് പഠിക്കുന്നത്. ഈ സാധനം എന്നാന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ മറക്കില്ല. ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്? ഓരോ പദം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ പദത്തിന്റെ കൂടെ പൊതുവ്യത്യാസങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നോക്കി, ആദ്യത്തെ പദവും പൊതുവ്യത്യാസം മാത്രം പോരെ ഇതിനകത്ത് ഏത് പദം കണ്ടുപിടിക്കാം? ആദ്യത്തെ പദത്തിനോട് പൊതുവ്യത്യാസം എന്ന് വെച്ചാൽ നമ്മുടെ ഈ 3 1 പ്രാവശ്യം കൂട്ടിയപ്പോൾ ഇത് കിട്ടി, ഒന്നുകൂടെ കൂട്ടിയപ്പോൾ അടുത്ത് കിട്ടി. ഇങ്ങനെയല്ലേ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആരെ മാത്രം ഇവിടെ നമുക്ക് വേണ്ടത്? ആദ്യത്തെ പദവും പൊതുവ്യത്യാസവും എന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഡി എന്ന് പറഞ്ഞ കാര്യം ഉണ്ടെങ്കിൽ ഏത് പദവും കണ്ടുപിടിക്കാം. വേറെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മൾ മുമ്പ് എഴുതിയ രണ്ടാമത്തെ എക്സാമ്പിൾ, അത് ആദ്യം തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു. 6 ആയിരുന്നു. പിന്നെ 6ന്റെ കൂടെ ഞാൻ 4 കൂട്ടി, എനിക്ക് 11 കിട്ടി. 10ന്റെ കൂടെ 4 കൂട്ടി, 14 കിട്ടി. 14ന്റെ കൂടെ 4 കൂട്ടി, 18 കിട്ടി. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇവിടുത്തെ ആദ്യ പദം അല്ലെങ്കിൽ നമ്മുടെ F1 എന്ന് വേണമെങ്കിൽ വിളിക്കാം. F1 ആദ്യ പദത്തിന് വേറെ പേര് F1. ഇനി ടേം എന്നുള്ള സെൻസിൽ ആദ്യ പദത്തിന് വേണമെങ്കിൽ നമുക്ക് T1 എന്ന് വിളിക്കാം. ടേം എന്ന് പറഞ്ഞ പദമാണല്ലോ. അപ്പം T1 എന്ന് കൊടുക്കാം.
ഏത് പേരാണെങ്കിലും വിളിക്കാം, നമ്മൾ കൊടുക്കുന്ന പേരാണ്. അപ്പൊ ഇവിടെ ആദ്യത്തെ പദം ഏതാ? 6 ആണ്. ഇനി എത്ര വെച്ചാ കൂടിക്കൂടി വരുന്നത്? അപ്പൊ അവിടെ ഡിഫറൻസ്, വ്യത്യാസം എത്ര വെച്ചാ കൂടിക്കൂടി വരുന്നത്? അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടി? 4. അല്ലെങ്കിൽ മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്നാ കിട്ടും? 4 കിട്ടും. അപ്പം തൊട്ടു മുമ്പിലത്തെ പദത്തിൽ നിന്ന് അതിന്റെ തൊട്ടു പുറകിലുള്ള പദം കുറച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് ആരെന്ന് പറയുന്നത്? പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ പൊതുവ്യത്യാസം എന്നാ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് എപ്പം വേണമെങ്കിലും കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സമാന്തര ശ്രേണിയാണെങ്കിൽ അതിന്റെ ഏത് പദത്തിന്റെ ആണെങ്കിലും ആ കണ്ടുപിടിക്കുന്ന ആ പദം, ആ ടൈമിന്റെ തൊട്ടു പുറകിലുള്ള ടൈം കുറച്ചാൽ മതി. അപ്പൊ കിട്ടുന്ന സംഖ്യയാണ് ആരെന്ന് പറയുന്നത്? പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ പൊതുവ്യത്യാസം ഉള്ള ശ്രേണിയാണ് അപ്പൊ ആരെന്ന് പറയുന്നത്? സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് വ്യത്യാസം. ഇതിനകത്തുനിന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളിപ്പം ഏത് പദം കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് നമ്മൾ പഠിച്ചു. അപ്പൊ ഇതിനകത്തുനിന്ന് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് 36ാമത്തെ പദം കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. 36ാമത്തെ വേഗം അടയ്ക്കുന്നത് കേട്ടോ, മഷി തീർന്നു. 36ാമത്തെ പദം എനിക്ക് കണ്ടുപിടിക്കണം. 36ാം പദം കണ്ടുപിടിക്കണം. കാണാം, 36ാം പദം കണ്ടുപിടിക്കണം. അപ്പം എനിക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് ആദ്യ പദത്തിന്റെ കൂടെ ആദ്യ പദം അതിന്റെ കൂടെ എത്ര പ്രാവശ്യം കൂട്ടണം? 36ാമത്തേതാ കണ്ടുപിടിക്കണമെങ്കിൽ എത്ര പ്രാവശ്യം കൂട്ടണം? 35 തവണ ആരെ കൂട്ടണം? 5 തവണ ആരെ കൂട്ടണം? പൊതുവ്യത്യാസം കൂട്ടണം. അപ്പൊ അത് ഇക്വേഷൻ ആയിട്ട് നമ്മൾ എഴുതി, നമ്മൾ ആ ഫോർമുല പഠിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യത്തെ പദം ഞാൻ ഏന്ന് വിളിച്ചു, അതിന് F1 എന്നോ T1 എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. എയുടെ കൂടെ എത്ര പ്രാവശ്യം കൂട്ടണം? 35 തവണ. 36 മൈനസ് 1 പ്രാവശ്യം ആരെ കൂട്ടണം? പൊതുവ്യത്യാസം D കൂട്ടണം. ഇനി എ എത്ര നോക്കിക്കേ? 6 അധികം 36 1 പോയി, എത്ര വരും? 35. അത്രയും പ്രാവശ്യം ആരെ കൂട്ടണം? 4 കൂട്ടണം. 4 കൊണ്ട് ഗുണിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. ഇരട്ടിയുടെ ഇരട്ടിയാണ് 4 കൊണ്ട് ഗുണിക്കാൻ നോക്കാം. അപ്പൊ 35ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്ര? 35 70 വരും. 70ന്റെ ഇരട്ടി എത്ര വരും? 140 വരും. അപ്പൊ ഇതിനർത്ഥം എത്രയാ? 140. കണ്ടുപിടിച്ച് മനസ്സിലായോ? 4 കൊണ്ട് ഗുണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടിയുടെ ഇരട്ടി എന്നാണ് അർത്ഥം. അപ്പൊ എത്ര വരിക? 35ന്റെ ഇരട്ടി 70, 70ന്റെ ഇരട്ടി 140. അപ്പൊ ഇതിനർത്ഥം എത്ര? 140. അപ്പൊ നമുക്ക് എന്നാ കിട്ടി? 6 അധികം 140 സമം നമുക്ക് എത്ര എഴുതാം? 146. അപ്പൊ ഈ ശ്രേണിയിലെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ശ്രേണിയിലെ 36ാം പദം ആരാ? 146 ആണ്. അപ്പൊ ഇത് ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന അരിത്മെറ്റിക് പ്രോഗ്രഷൻ സമാന്തര ശ്രേണിയിലെ ഏത് പദവും നമുക്ക് ഈ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പൊ ഇനി ഇതുപോലുള്ള ഈ സമാന്തര ശ്രേണിയെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാം. അപ്പം ഈ കാര്യം മനസ്സിലായി, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് താഴെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യാം. ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ എഴുതി നോക്കാം. അപ്പം ചുമ്മാ ചെയ്ത് നോക്കാം, നമുക്ക് പറ്റുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. ഒന്നാമത്തെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതാണെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണോ ശ്രേണി? ഇതിനകത്തെ 25ാമത്തെ പദം എനിക്ക് കണ്ടുപിടിക്കണം വിചാരിക്കാം. 25ാമത്തെ പദം കണ്ടുപിടിക്കണം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നതാണ്. ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കാം. എനിക്കിനകത്തെ 103ാമത്തെ പദം കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. 103ാമത്തെ പദം കണ്ടുപിടിക്കണം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതുകയാണ്. എന്റെ ചോദ്യം ഇതാണ്: 25ാമത്തെ പദവും 75ാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ വിചാരിക്കുക. തമ്മിലുള്ള വ്യത്യാസം ആണ് വിചാരിക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ ബാക്കി ക്ലാസ് നമ്മൾ അടുത്ത വീഡിയോ കാണും. അപ്പം അടുത്ത വീഡിയോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ക്ലാസ് നമ്മൾ പറഞ്ഞത് സമാന്തര ശ്രേണിയെ പറ്റിയാണ്. അപ്പൊ സമാന്തര ശ്രേണി എന്താണെന്ന് നമുക്ക് മനസ്സിലായി.
ഒരേ സംഖ്യകൾ കൂട്ടി 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 പോകുന്നു എന്ന് വെച്ചാൽ ഒരു പദത്തിനോടൊപ്പം ആദ്യത്തെ ഒരു സംഖ്യയോടൊപ്പം ഒരേ സംഖ്യകൾ കൂട്ടിക്കൂട്ടി പോകുന്ന ശ്രേണിയാണ് സമാന്തര ശ്രേണി. അത് നമുക്ക് മനസ്സിലായി. സമാന്തര ശ്രേണിക്ക് നമ്മൾ ആദ്യം കാണുന്ന സംഖ്യ, അത് നമ്മൾ ഓരോ സംഖ്യകളെയും കോമ ഇട്ട് വേർതിരിച്ച് എഴുതുന്ന ഓരോ സംഖ്യകളെ നമ്മൾ പദങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ആദ്യം കാണുന്ന സംഖ്യ നമ്മൾ എന്നാന്ന് വിളിച്ചു? ആദ്യ പദം എന്ന് വിളിച്ചു. ആദ്യത്തേതായിരുന്നു വിളിച്ചു. ഈ കൂട്ടിക്കൂട്ടി പോകുന്ന സംഖ്യ അതിനെ നമ്മൾ ഏതാണ് കൂട്ടിയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? കുറയ്ക്കുകയാണ് ചെയ്ത്. കുറച്ചാണ് ആ സംഖ്യ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ പൊതു വ്യത്യാസം എന്ന് വിളിച്ചു. പിന്നെ നമ്മൾ പഠിച്ചെന്തുവാ? ഏത് പദവും ഒരു സമാന്തര ശ്രേണിയുടെ തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏത് പദവും എത്രാമത്തെ സംഖ്യ വേണമെങ്കിലും നമുക്ക് കണ്ടെത്താൻ പറ്റും. കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഒന്നാമത്തേതിന്റെ പദം അത് നമ്മുടെ ഉണ്ട്. ആദ്യ സംഖ്യയോടൊപ്പം ഒരു പ്രാവശ്യം പൊതു വ്യത്യാസം കൂട്ടിയ രണ്ടാമത്തേത്, 2 പ്രാവശ്യം പൊതു വ്യത്യാസം കൂട്ടിയ മൂന്നാമത്തേത്. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ട സംഖ്യ ഏതാണോ എന്നെ നമ്മൾ എന്നെ വിളിച്ചു എന്നാം പദം കണ്ടുപിടിക്കണം. എന്നാം പദം കണ്ടുപിടിക്കണമെങ്കിൽ എന്നിനകത്തുനിന്ന് 1 കുറയ്ക്കാം. n-1 തവണ n-1 തവണ ആരെ കൂട്ടണം? പൊതു വ്യത്യാസം കൂട്ടണം. അതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എന്നാന്ന് പഠിച്ചു? a + n-1 × d. ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തുടർന്നും ബാക്കിയുള്ള വീഡിയോകൾ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബാക്കിയുള്ള വീഡിയോകൾ കാണണം. ഓക്കെ, ഹാപ്പി.